ഹൈ ഓൾ. നാളത്തേക്കുള്ള നിഫ്റ്റിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസും ട്രേഡ് സെറ്റപ്പുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രൈസ് ആക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള നിഫ്റ്റിയുടെ സ്പോട്ട് പ്രൈസും ലെവൽസും അതുപോലെ തന്നെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട്സിനെ ബേസ് ചെയ്തിട്ടുള്ള നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടിന്റെ ലെവൽസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഓക്കെ. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ലെവൽസ് ഒക്കെ കുറച്ച് ലെവൽസ് സെയിം തന്നെയാണ്. അപ്പം നമുക്ക് ഇപ്പൊ മാർക്കറ്റ് നാളെ ഒരു ക്യാപ്പപ്പ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാർക്കറ്റിന്റെ ഡയറക്ഷൻ മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നെക്സ്റ്റ് ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഈ ഒരു ഏരിയ ആണ്. അതായത് 23,000 ലെവൽ ഒരു മേജർ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യും. അപ്പൊ നിങ്ങൾ ഈ ഒരു ഞാൻ ഈ ഒരു ലെവൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. 22,950 മുതൽ 23,050 വരെയുള്ള ആ ഒരു ഏരിയ ഒരു റെസിസ്റ്റൻസ് സോണായിട്ട് ഞാൻ നിഫ്റ്റിയിൽ മാർക്ക് ചെയ്തു. മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ, ഇവിടുന്ന് ഒരു പ്രൈസ് റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ അഗൈൻ മാർക്കറ്റ് താഴേക്ക് പോകാനുള്ള ഒരു പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ഏരിയ നിങ്ങൾ റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് ഒരു സോണായിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. അപ്പൊ അതുപോലെ തന്നെ മാർക്കറ്റ് ഇതിന്റെ മുകളിലോട്ട്, അതായത് 23,050 മുകളിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു അപ്സൈഡ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടാർഗറ്റ് ആയിട്ട് നമുക്ക് 23,200 ലെവല്, അതുപോലെ തന്നെ 23,350, അതുപോലെ തന്നെ 23,450 ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്യാം. ഇതൊരു 450 ലെവൽ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആണ്. പ്രീവിയസ് ടൈം നമ്മൾ നോക്കുവാണെങ്കിൽ മാർക്കറ്റ് ആ ഒരു ലെവലിൽ നിന്നാണ് പ്രൈസ് താഴേക്ക് വന്നിരിക്കുന്നത്. ഓക്കെ. ഇനിയിപ്പോ നമുക്കൊരു സപ്പോർട്ട് ലെവലായിട്ട് ഇപ്പൊ മാർക്കറ്റ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 22,800 നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് ലെവലായിട്ട് മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ 22,640 ആ ഒരു ഏരിയ ചെറിയ 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 ലെവൽസ് ആണ്. അതുപോലെ തന്നെ 22,460 ലെവല്, 65 ലെവല്, അതുപോലെ തന്നെ 22,370 ലെവല്. ഇപ്പൊ ഡൗൺ സൈഡിലേക്ക് നല്ലൊരു വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു ലെവലിന്റെ താഴെയാണ്. അതായത് 22,150 താഴെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്ന് മാർക്കറ്റ് താഴേക്ക് പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയയിലേക്ക് പ്രൈസ് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് നിഫ്റ്റിയുടെ വളരെ മേജർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണാണ് ഈ ഒരു ലെവൽ എന്ന് പറയുന്നത്. അതായത് 22,000 മുതൽ 21,740 ആ ഒരു ഏരിയ എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണാണ്. അപ്പം ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ പ്രൈസ് സഡൻ ആയിട്ട് ബൗൺസ് ചെയ്ത് റിജക്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ലോങ് എൻട്രി ഓപ്പർച്യൂണിറ്റി ആണ്. ഓക്കെ. അപ്പം നിങ്ങൾ ഈ ലെവൽസ് ഒക്കെ മാർക്ക് ചെയ്ത് വെക്കുക. അപ്പം നാളത്തേക്ക് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ഫ്യൂച്ചറിന്റെ ചാർട്ടിലുള്ള ലെവലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എല്ലാ ദിവസവും പറയാറുണ്ട് വാല്യൂ ഏരിയ ഹൈയും ലോയും നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. അപ്പം നാളത്തെ വാല്യൂ ഏരിയ ലോ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്, 22,273 അതുപോലെ തന്നെ വാല്യൂ ഏരിയ ഹൈ എന്ന് പറയുന്നത് 22,650. ഇത് രണ്ടും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ് മാർക്കറ്റിൽ ആക്ട് ചെയ്യും. ഇതൊരു ഫ്യൂച്ചറിന്റെ ചാർട്ടാണ്, നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടിന്റെ ലെവലാണ്. അപ്പം ഈ വാല്യൂ ഏരിയ ലോയിന്റെ താഴെയായിട്ട് നിഫ്റ്റി ഓപ്പൺ ചെയ്ത് ആദ്യത്തെ ഒരു 1 അവർ ഡയറക്ഷൻ താഴെ കാണുന്നുണ്ടെങ്കിൽ ഒരു മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് ട്രെൻഡിങ് ആവുന്ന ഒരു പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ മാർക്കറ്റ് ഈ ഒരു വാല്യൂ ഏരിയന്റെ ഹൈന്റെ മുകളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നിഫ്റ്റിയുടെ ഡയറക്ഷൻ മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ മാർക്കറ്റ് അപ്സൈഡിലേക്ക് ഒരു ട്രെൻഡിങ് ആവാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഈ വാല്യൂ ഏരിയയുടെ ഉള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ മാർക്കറ്റിൽ ഒരു ഫാൾസ് ബ്രേക്ക്ഔട്ടും ഒരു സൈഡ് വേസും ഉള്ള ചാൻസ് ഒക്കെ വളരെ കൂടുതലാണ്. അപ്പം നാളെ നിങ്ങൾ മാർക്ക് ചെയ്യേണ്ട ഒരു ലെവൽ എന്ന് പറയുന്നത്, ഇപ്പം കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട് നമ്മൾ നോക്കുമ്പോൾ നിഫ്റ്റിയിലെ ഒരു ഇമോഷണൽ ബൈയിങ് ആണ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഒരു പക്ഷേ ഇതിന്റെ മുകളിൽ എവിടെയെങ്കിലും ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റിന്റെ ഒരു ഡയറക്ഷൻ താഴേക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ, താഴേക്ക് ഒരു ഡയറക്ഷൻ നമുക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു POCയിലേക്ക് എത്താനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതായത് 22,315 ലെവലാണ് നിഫ്റ്റിയുടെ കഴിഞ്ഞ ദിവസം POC. അപ്പൊ ആ ഒരു POCയിലേക്ക് മാർക്കറ്റ് എത്താനുള്ള ഒരു പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതായത് മാർക്കറ്റിന്റെ ഒരു ഡയറക്ഷൻ താഴേക്ക് കാണിച്ചു കഴിഞ്ഞാൽ അപ്പം ഈ ഒരു ലെവൽ നമുക്ക് ടാർഗറ്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. കാരണം മാർക്കറ്റ് ഒരു ഇമോഷണൽ ബൈയിങ് ആണെന്നുണ്ടെങ്കിൽ വിത്തിൻ ഒരു 4 to 5 ഡേയ്സിനുള്ളിൽ മാർക്കറ്റ് അഗെയിൻ ഈ ഒരു ലെവലിലേക്ക് അപ്രോച്ച് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ലെവൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. അതായത് കഴിഞ്ഞ ദിവസം മാർക്കറ്റ് മൂവ് ചെയ്തത് ഒരു ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു മൂവ് ആണ്. റീറ്റെയിലേഴ്സിന്റെ ഒരു ബൈയിങ് ആണ് കാണാൻ സാധിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ. ഓക്കെ. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പൊ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ നിഫ്റ്റിയുടെ വ്യൂസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്.
നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.